നമസ്കാരം. യുഎഇയിലെ പ്രവാസികൾക്കിടയിൽ വേനൽക്കാലവും അവധിക്കാലവും എല്ലാം ആനന്ദകരമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇത്തവണ പതിവിലും നേരത്തെ ആരംഭിച്ചിരിക്കുകയാണ്. ജൂൺ ജൂലൈ മാസങ്ങളിലെ സ്കൂൾ അവധിക്കാലം ലക്ഷ്യമിട്ടുള്ള യാത്രകൾക്കായി ജനുവരിയിൽ തന്നെ ബുക്കിംഗുകൾ സജീവമാക്കുന്നത് വിപണിയിലെ പുതിയ മാറ്റമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ അവസാന നിമിഷം വിസ അപ്പോയിന്റ്മെന്റുകൾ ലഭിക്കാതെയും വിമാന ടിക്കറ്റ് നിരക്കുകൾ കുതിച്ചുയർന്നതുകൊണ്ടും പല കുടുംബങ്ങൾക്കും യാത്രകൾ ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു. ഈ കൈപ്പേറിയ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് പ്രവാസികൾ ഇത്തവണ മാസങ്ങൾക്ക് മുൻപേ തന്നെ പ്ലാനിംഗ് തുടങ്ങുന്നത്. ഷെങ്കൻ വിസ ലഭിക്കുന്നതിലെ കാലതാമസവും വിമാന നിരക്കിലെ അസ്ഥിരതയും കണക്കിലെടുത്ത് സുരക്ഷിതവും ലാഭകരവുമായ ഒരു യാത്ര ഉറപ്പാക്കുകയാണ് പ്രവാസികളുടെ അടുത്ത ലക്ഷ്യം. വേനൽക്കാലത്തേക്കുള്ള യാത്രകൾ നേരത്തെ പ്ലാൻ ചെയ്യുന്ന തിരക്കിലാണ് യുഎഇയിലെ നിവാസികളെന്ന് ചുരുക്കം. ഇതിന് കാരണമായി പറയുന്നത് വിസ ലഭിക്കുന്നതിന്റെ കാലതാമസവും വിമാന ടിക്കറ്റ് നിരക്കിലെ വർധനവും തന്നെയാണ്. ഇത്തവണ യാത്രകൾക്കായി തയ്യാറെടുക്കുന്ന പ്രവാസികളുടെ എണ്ണത്തിലും വർധനവുണ്ട്. കഴിഞ്ഞ വർഷം വിസ അപ്പോയിന്റ്മെന്റുകൾ സമയത്ത് ലഭിക്കാത്തതുകൊണ്ട് പലരും യാത്ര വേണ്ടെന്ന് വെച്ചിരുന്നു. അത് ഇത്തവണ ഉണ്ടാകാതിരിക്കാനാണ് പ്രവാസികൾ ഇപ്രാവശ്യം നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുന്നത്. നിലവിൽ യൂറോപ്പിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷെങ്കൻ വിസ അപ്പോയിന്റ്മെന്റുകൾക്ക് ലഭിക്കുക എന്നത് വലിയ വെല്ലുവിളിയായി തുടരുകയാണ്. മാർച്ച് മാസം വരെയുള്ള അപ്പോയിന്റ്മെന്റ് സ്ലോട്ടുകൾ മുഴുവൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഏപ്രിലിൽ ചില സ്ലോട്ടുകൾ ഉണ്ടെങ്കിലും അതും വേഗം തീരുന്ന അവസ്ഥയിലാണ്. കൂടാതെ കഴിഞ്ഞ വർഷം വിസ ലഭിക്കാത്തതിനാൽ യാത്ര മാറ്റിവെക്കേണ്ടി വന്നവർ ഇത്തവണ റിസ്ക് എടുക്കാൻ തയ്യാറല്ല എന്നതാണ് മറ്റൊരു കാര്യം. അതേസമയം വേനൽക്കാലത്ത് സ്കൂൾ അവധി കൂടി വരുന്നതോടെ വിമാന ടിക്കറ്റ് നിരക്കുകളും ഹോട്ടൽ വാടകയും കുതിച്ചുയരും. അതിനാൽ ജനുവരിയിലും ഫെബ്രുവരിയിലും ബുക്ക് ചെയ്താൽ നിരക്കുകളിൽ വലിയ ലാഭം ലഭിക്കുമെന്നാണ് പ്രവാസികൾ പറയുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളായ സ്വിറ്റ്സർലൻഡ്, ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ എന്നീ സ്ഥലങ്ങളാണ് കൂടുതൽ ആളുകളും തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഇത്തവണ ചെറിയൊരു മാറ്റം കൂടി കാണുന്നുണ്ട്. അതായത് വിസ നടപടികൾ എളുപ്പമുള്ള ജോർജിയ, അസർബൈജാൻ, തുർക്കി, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും അന്വേഷണങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. വിസ ഓൺ അറൈവൽ സൗകര്യമുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അവസാന നിമിഷത്തെ ടെൻഷൻ കുറയ്ക്കാൻ സഹായിക്കും. അതിനാൽ യാത്ര പോകുന്ന സ്ഥലം ഏതാണെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ വിസ അപ്പോയിന്റ്മെന്റുകൾ ആവശ്യമെങ്കിൽ മാസങ്ങൾക്ക് മുമ്പേ അപേക്ഷിക്കണം. ഒപ്പം ആവശ്യമായ എല്ലാ രേഖകളും ഇൻഷുറൻസും നേരത്തെ തന്നെ ശരിയാക്കി വെക്കണം. ഇനി ഷെങ്കൻ വിസ ലഭിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വിസ ഓൺ അറൈവലുള്ള രാജ്യങ്ങൾ പരിഗണിക്കാമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. അവസാന നിമിഷം വരെ കാത്തിരുന്നാൽ അപ്പോയിന്റ്മെന്റുകൾ ലഭിക്കാതെ വരികയും ചില സമയങ്ങളിൽ ഉയർന്ന ടിക്കറ്റ് നിരക്കുകൾ നൽകേണ്ടി വരികയും ചെയ്യും. സീസണൊക്കെ ആവുമ്പോൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയരുന്നൊരു കാഴ്ച നാം സ്ഥിരം കാണാറുണ്ട്. പ്രവാസികളുടെ പോക്കറ്റ് കാലിയാക്കുന്നതാണ് ആ പരിപാടി. അതുകൊണ്ട് യാത്രകളിൽ ഇത്തരം ടെൻഷൻ എല്ലാം ഒഴിവാക്കാൻ നേരത്തെ പ്ലാൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. മുൻകൂട്ടിയുള്ള ആസൂത്രണം യാത്രാക്ലേശങ്ങൾ ഒഴിവാക്കുന്നതിനൊപ്പം സാമ്പത്തിക ലാഭവും ഉറപ്പാക്കുന്നു. വിസ നടപടികളിലെ സങ്കീർണതകളും ടിക്കറ്റ് നിരക്കിലെ വർധനവും പ്രവാസികളെ കൂടുതൽ ജാഗ്രതയുള്ളവരാക്കി മാറ്റുന്നുണ്ട്. ഷെങ്കൻ വിസ പോലുള്ള കടമ്പകൾ മറികടക്കാൻ പ്രയാസമുള്ളവർക്ക് വിസ ഓൺ അറൈവൽ സൗകര്യമുള്ള രാജ്യങ്ങൾ മികച്ച ഒരു ബദലായി മാറുകയാണ്. ട്രാവൽ ഏജൻസികളുടെ സഹായത്തോടെ രേഖകൾ കൃത്യമായി സമർപ്പിക്കുന്നതും അവസാന നിമിഷത്തെ തിരക്ക് ഒഴിവാക്കുന്നതും യാത്രയുടെ ആസ്വാദനം വർദ്ധിപ്പിക്കും. കൃത്യമായ പ്ലാനിങ്ങിലൂടെയും മാസങ്ങൾക്ക് മുൻപുള്ള ബുക്കിങ്ങിലൂടെയും പിരിമുറുക്കമില്ലാത്ത ഒരു വേനൽക്കാല അവധിക്കാലം പ്രവാസികൾക്ക് ഇത്തവണ സ്വന്തമാക്കാൻ സാധിക്കും.